മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാം. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുന്നു. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, ഇത് ഫ്രീലി ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ നോർത്ത് സൗത്ത് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇനി 2 പോൾസ് ഉണ്ട് മാഗ്നറ്റിന്, അതിന് സെയിം സ്ട്രെങ്ത് ആയിരിക്കും അല്ലേ. 2 പോൾസിനും സെയിം സ്ട്രെങ്ത് ആയിരിക്കും. മാഗ്നറ്റിക് പോൾസ് എക്സിസ്റ്റ് ഇൻ പെയേഴ്സ് ആൻഡ് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഒരു മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് അങ്ങനെ പെയറായിട്ട് കാണുകയുള്ളൂ. ഒരു പോളായിട്ട് മാത്രം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി തിയറീസ് ഓഫ് മാഗ്നറ്റിസമാണ്. തിയറീസ് ഓഫ് മാഗ്നറ്റിസം. എന്താണ് മാഗ്നറ്റിസത്തിന് തിയറി? നമ്മൾ അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേജ് കിടക്കുകയാണെങ്കിൽ ഈ തിയറി അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദി മോളിക്യൂൾസ് ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ടൈനി മാഗ്നറ്റ്സ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസ് ടൈനി മാഗ്നറ്റ്സ് ആണ്. ഇൻ ദി അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ് ദേ ഫോം ക്ലോസ്ഡ് ചെയിൻസ്. അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേജിൽ എന്താണ്, ഇതിൻ്റെ മോളിക്യൂൾസ് ഇങ്ങനെ ക്ലോസ്ഡ് ചെയിനിലായിരിക്കും. അതുകൊണ്ട് എന്താണ്, ഈ സ്പെസിമൻ ഡസ് നോട്ട് എക്സിബിറ്റ് എനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതുകൊണ്ട് ഈ മോളിക്യൂൾസ് ഇങ്ങനെ ക്ലോസ്ഡ് ചെയിനിലായതുകൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും കാണിക്കില്ല. വെൻ ദി സ്പെസിമൻ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്, ഇത് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ മോളിക്യൂൾസ് എല്ലാം ഒരേ ഓർഡറിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് വരും. വെൻ ദി സ്പെസിമൻ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ് ദി ചെയിൻസ് ആർ ബ്രോക്കൺ അപ്പ്. ഈ ചെയിൻസ് പൊട്ടുന്നു. ആൻഡ് ദി മോളിക്കുലാർ മാഗ്നറ്റ്സ്, ഈ മാഗ്നറ്റിൻ്റെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ഗെറ്റ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഓർഡർ വിത്ത് സിമിലർ പോൾസ് പോയിൻറ്റിങ് ദി സെയിം ഡയറക്ഷൻ. നോർത്ത് പോൾ എല്ലാം കൂടി ഒരു ഡയറക്ഷനിലും സൗത്ത് പോൾ എല്ലാം കൂടി ഒരു ഡയറക്ഷനും. എല്ലാ മോളിക്യൂൾസിൻ്റെയും നോർത്ത് പോളിൽ സെയിം ഡയറക്ഷനിൽ, അതുപോലെ സൗത്ത് പോൾ സെയിം ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ ഓർഡറിൽ ഇത് വരുന്നു. ഹെൻസ് ദെയർ വിൽ ബി ഫ്രീ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അതുകൊണ്ട് ഫ്രീ നോർത്ത് പോളും സൗത്ത് പോളും മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ഇതെല്ലാം നോർത്തിലോട്ടും ഇതെല്ലാം സൗത്തിലോട്ടുമാണ്. അപ്പോൾ ഇവിടെയാണ് നോർത്ത് പോൾ, ഇവിടെയാണ് സൗത്ത് പോൾ. എങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ, ഇവിടെ ഒരു സൗത്ത് പോളും കാണണ്ടേ? കാണില്ല. അതെന്താണ്? അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. എവിഡൻസസ് സപ്പോർട്ടിങ് ദി മോളിക്കുലാർ തിയറി. ഈ മോളിക്കുലാർ തിയറി, അതായത് ഒരു മാഗ്നറ്റിലെ ഓരോ മോളിക്യൂൾസും ടൈനി മാഗ്നറ്റ്സ് ആണ്. ഇവ മാഗ്നറ്റൈസ്ഡ് ചെയ്യാത്ത സമയത്ത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കാരണം, ക്ലോസ്ഡ് ചെയിൻ ഫോം ചെയ്യുന്ന കാരണം എന്താണ്, ഇവയ്ക്ക് പോൾസ് ഒന്നും ഇല്ല. എന്നാൽ ഇത് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഇവ എല്ലാം സെയിം ഒരേ പോൾസ് എല്ലാം കൂടി, ഒരു മോളിക്യൂൾസിൻ്റെ എല്ലാ പോൾസും ഒരേ ഡയറക്ഷനിൽ, അതായത് സെയിം പോൾസ് എല്ലാം ഒരു ഡയറക്ഷനിൽ വരാൻ പാകത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നു. അതുകൊണ്ട് ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും മാത്രമേ ഒരു മാഗ്നറ്റിന് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇത് കറക്റ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു എവിഡൻസ് ഉണ്ട്. ആ തിയറിക്കുള്ള എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. എ മാഗ്നറ്റ് ഹാസ് ഓൺലി 2 പോൾസ്. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉള്ളൂ. നമുക്കറിയാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പോൾ എത്രയോ നോർത്ത് പോളും എത്രയോ സൗത്ത് പോളും ഇതിൻ്റെ അകത്ത് കാണണം. പക്ഷേ ഉണ്ടോ? എന്തുകൊണ്ടാണ്? വിത്തിൻ ദി ബോഡി ഓഫ് എ മാഗ്നറ്റ് അൺലൈക്ക് പോൾസ് ഓഫ് ദി മോളിക്കുലാർ മാഗ്നറ്റ്സ് ടച്ച് ഈച്ച് അതർ. ഉണ്ടോ? ഇത് സൗത്തും നോർത്തും അൺലൈക്കാണല്ലോ. സൗത്തും നോർത്തും അൺലൈക്കാണല്ലോ. സൗത്തും നോർത്തും പോളുകൾ എന്താണ്, അൺലൈക്ക് പോൾസ് ആണല്ലേ. അവ എന്താണ്, ടച്ച് ചെയ്ത് എടുക്കുമ്പോൾ എന്താണ്, ന്യൂട്രലൈസ് ചെയ്തു, അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ ഒന്നും പോൾസ് ഒന്നുമില്ല. പിന്നെ ഇവിടെയോ, ഇവിടെ എല്ലാത്തിൻ്റെയും നോർത്ത് പോൾ ഇങ്ങനെ ഉണ്ട്, ഇവിടെ എല്ലാത്തിൻ്റെയും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉള്ളു. ഇടയ്ക്കുള്ള സൗത്ത് പോളും നോർത്ത് പോളെല്ലാം അൺലൈക്ക് പോൾസ് ടച്ച് ചെയ്ത് കിടക്കുന്ന കാരണം എന്താ, ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഫ്രീ പോൾസ് എൻഡിൽ മാത്രമേ ഫ്രീ പോൾസ് എക്സിസ്റ്റ് ആകുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായില്ലേ? ഇനി അടുത്തത്, വെൻ എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ. ഒരു മാഗ്നറ്റ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈച്ച് പീസ് ബിക്കംസ് എ കംപ്ലീറ്റ് മാഗ്നറ്റ്. ഓരോ പീസും മാഗ്നറ്റ് ആവുന്നു. അപ്പോൾ ഓരോ മോളിക്യൂളും ചെറിയ മാഗ്നറ്റുകളാണെന്നുള്ളതിന് എവിഡൻസ് ആയില്ലേ? ദിസ് ഈസ് ബിക്കോസ് ദി മോളിക്കുലാർ മാഗ്നറ്റ് കനോട്ട് ബി ബ്രോക്കൺ അപ്പ്. മോളിക്കുലാർ മാഗ്നറ്റ് ബ്രോക്കൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മോളിക്യൂൾ ആണെങ്കിൽ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇതൊരു മോളിക്യൂൾ ആണെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കുന്നത്. മാഗ്നറ്റ് പൊട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടും.
ഓരോ മോളിക്കൂളായിട്ട് ഒരു മോളിക്കൂളിൽ 2 മോളിക്കൂളായിട്ട് പൊട്ടുകയുള്ളൂ. ഒരു മോളിക്കൂളിനെ അര മോളിക്കൂളായിട്ട് ഹാഫ് മോളിക്കൂളായിട്ട് പൊട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, ഓരോ പീസും ഓരോ മാഗ്നറ്റുകളായിരിക്കും. മോളിക്യൂൾസിന് പൊട്ടാൻ പറ്റില്ല. ഒരു മോളിക്യൂൾസിന് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഒരു ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീസിൽ എന്താണ് ഒരു 10 മോളിക്കൂൾ ഉണ്ടെങ്കിൽ 10 മോളിക്കൂൾ ഉണ്ടാവും. അതിന് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ മാഗ്നറ്റ് ആയില്ലേ. ഒരു മോളിക്കൂൾ ഉള്ളെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റ്, കാരണം എന്താണ്, നോർത്ത് പോളുണ്ട് സൗത്ത് പോളുണ്ട്. ഹാഫ് മോളിക്കൂൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, സൗത്ത് പോൾ മാത്രം അല്ലെങ്കിൽ നോർത്ത് പോൾ മാത്രം വരും. ഏതൊരു മോളിക്കൂൾ ആണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ആണെങ്കിൽ ഹാഫായിട്ട് പൊട്ടിയാലോ ഒരു നോർത്ത് പോൾ മാത്രം കാണും, സൗത്ത് പോൾ മാത്രം കാണും. നോർത്ത് പോൾ മാത്രമോ സൗത്ത് പോൾ മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് ഒരു മാഗ്നറ്റിൽ കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ മാഗ്നറ്റ് ടൈനി മാഗ്നറ്റുകളായിട്ടുള്ള ഇതിൻ്റെ മോളിക്യൂൾസ് എല്ലാം ടൈനി മാഗ്നറ്റ്സ് ആണ്. ഓരോന്നിനും സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടെന്നുള്ളതിന് എവിഡൻസ് ആയല്ലോ. ഇനി ഹീറ്റിംഗ് ഓർ റഫ് ഹാൻഡ്ലിംഗ് ഓഫ് മാഗ്നറ്റ് റെഡ്യൂസസ് സ്ട്രെങ്ത്. നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ അടുത്ത് ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ്, കുറഞ്ഞു പോകുന്നു. കാരണം എന്താണ്, ദേ വിൽ ഡിസ്റ്റർബ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്കുലാർ മാഗ്നറ്റ്സ് ആൻഡ് ദേ റിട്ടേൺ ടു ദി ഒറിജിനൽ ക്ലോസ്ഡ് ഗ്രൂപ്പ്. നമ്മളിത് ചൂടാക്കുമ്പോൾ എന്താണ്, ഇതിനകത്ത് ചൂടാക്കുമ്പോൾ ഈ ചൂട് കൂടുതൽ എവിടെയാണോ ഉള്ളത് അവിടെയുള്ളത് എന്താണ്, ഇതുപോലെ പഴയ പടി തന്നെയാവും, വീണ്ടും സർക്കിളിൽ ആകുന്നു. ഇതുപോലെ ക്ലോസ്ഡ് സർക്കിളിലാകുന്നു അല്ലേ. ഒരു കൊതുകിൻ്റെ സന്ധ്യയായിട്ട് കൊതുകിൻ്റെ ശല്യമുണ്ട്, അത് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതും ഒരു എവിഡൻസ് ആണല്ലേ, എന്ത് മോളിക്കുലാർ തിയറിക്കൊരു എവിഡൻസ് ആണ്. നമ്മൾ റഫായിട്ട് നിലത്തേക്ക് ശക്തിയായിട്ട് എറിയുകയൊക്കെ ചെയ്താൽ എവിടെയാണ് ആ ഫോഴ്സ് വന്നത്, ആ ഫോഴ്സിലുള്ള ആ ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്തിരുന്ന മോളിക്യൂൾസ് എല്ലാം എന്താണ് വീണ്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് സാച്ചുറേഷൻ. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദി സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഒരു സർട്ടൻ ലിമിറ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് ഉയർത്താൻ കഴിയില്ല. കാരണം എന്താണ്, നമ്മളിതിനെ ശരിക്കും മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എല്ലാ മോളിക്യൂൾസും എന്താണ് ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് കഴിയും. പിന്നെയും മാഗ്നറ്റൈസ് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ അങ്ങനെ അലൈൻ ചെയ്യാൻ വേറെ മോളിക്യൂളുകളില്ല. അപ്പോൾ ഒരു പരിധി വിട്ട് ഒരു ലിമിറ്റ് വിട്ട് പിന്നെയും മാഗ്നറ്റൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, നമ്മൾ ശരിക്കും മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേഷനിലെത്തുന്നു. അതിൻ്റെ എല്ലാ മോളിക്യൂൾസും നോർത്ത് ആൻഡ് സൗത്തായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയില്ല. ഇതെല്ലാം എന്താണ്, ഈ മാഗ്നറ്റിസത്തിൻ്റെ മോളിക്കുലാർ തിയറിക്കുള്ള എവിഡൻസസ് ആണെന്ന് പറയാം. ഇനി മാഗ്നറ്റിൻ്റെ ലെങ്ത് എങ്ങനെയാണെന്ന് നോക്കുക. 2L ആയിട്ടാണ് ലെങ്ത് നമ്മൾ നോക്കുക. അപ്പോൾ L ആയിട്ട് നോക്കില്ല, സെൻട്രൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അല്ല. അങ്ങനെ ഒരു മാഗ്നറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് 2L ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ചാർജിൻ്റെ ഇൻവേഴ്സ് സ്ക്വയറിലോ നമ്മൾ പഠിച്ചാണ് അല്ലേ. ഈ പുസ്തകത്തിൽ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ചാർജിനെ കുറിച്ചാണ് പഠിച്ചത്. ചാർജിൻ്റെ ഇൻവേഴ്സ് സ്ക്വയറിലോ നമ്മൾ പഠിച്ചാണ്. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് പോൾസിനും റിലേറ്റ് ചെയ്ത് ഇൻവേഴ്സ് സ്ക്വയറിലോ ഉണ്ട്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ? ചാർജിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ഫോഴ്സ് ഈ P1 P2 ഇങ്ങനെ 2 പോൾസ് ആണെങ്കിൽ പോൾ സ്ട്രെങ്ത് ആണെന്ന് ഓർത്തോ. P1 P2 പോൾസ് അല്ലെങ്കിൽ പോൾ സ്ട്രെങ്ത്. ഈ പോൾ സ്ട്രെങ്ത്തിൽ ഈ പോൾസുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ എന്തെങ്കിലും ആവട്ടെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത്തിൻ്റെ ആ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതിൻ്റെ ഡിസ്റ്റൻസിന്, ആ പോളുകൾ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണലായിരിക്കും. അതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ഓർ F = K × P1 P2 / R² ആണെന്ന് പറയാം. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു പ്രൊപ്പോർഷണാലിറ്റിയുടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ കെയെ നമുക്ക് കേക്കൊരു വാല്യൂ ഉണ്ട്, എന്താണെന്ന് അറിയാമോ? μ/4π. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി. എന്താണ് പെർമിയബിലിറ്റി? എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക്കിൻ്റെ ഫ്ലക്സിനൊക്കെ കടന്നു പോകാനുള്ള കഴിവെന്നുള്ള ഓർത്തുള്ളൂ. ഒരു മീഡിയത്തിലായിരിക്കുമല്ലോ ഈ പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 പോൾ വെച്ചിരിക്കുകയാണെങ്കിൽ ആ പോൾ ഒരു മീഡിയത്തിലായിരിക്കും വെച്ചിരിക്കുന്നത്. ആ മീഡിയത്തിനൊരു പെർമിയബിലിറ്റി ഉണ്ടാവും. അതാണ് മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ K = μ/4π ആണ്. ഓക്കെ. ഈ μ0 എന്ന് പറയുന്നതാണ് ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയാണ് μ0 എന്ന് പറയുന്നത്. ഈ μ0യ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, എന്താണ്? 4π × 10⁻⁻⁷ SI യൂണിറ്റ്. ഇതാണ് μ0യുടെ വാല്യൂ എന്ന് പറയുന്നത്. μr എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ മീഡിയം ഫ്രീ സ്പേസ് രണ്ടെണ്ണം എടുക്കാം. ഫ്രീ സ്പേസിലുള്ള μ0, മീഡിയത്തിലുള്ള പെർമിയബിലിറ്റി മ്യൂ. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? μ/μ0. അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഇൻറ്റു ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയാം അല്ലേ. ഇപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി 2 എന്ന് പറയുന്നത് എന്താണ്?
ഇത് ഫ്രീ സ്പേസിനെ അപേക്ഷിച്ച് 2 times പെർമിയബിലിറ്റി ഉണ്ട്. അതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെന്താണ് മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ സ്പേസിലെ പെർമിയബിലിറ്റി. അപ്പോൾ നമുക്ക് വെറുതെ ഒരു 5 നീട്ടിയെന്ന് ഓർത്തു. 5 നീട്ടി എന്താണ് ആ സ്പേസിലെ പെർമിയബിലിറ്റിയുടെ 5 times ഗ്രേറ്റർ ആണ് നാം എടുത്തിരിക്കുന്ന മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയും. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി മ്യൂ ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ദി മീഡിയം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയി. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി. കെ എന്ന് പറയുന്നത് മ്യൂ ബൈ 4π ആണ്. മ്യൂ എന്താണെന്ന് അറിയാം, മ്യൂ ആർ എന്താണെന്ന് അറിയാം, മ്യൂ 0 എന്താണെന്ന് അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെൻറ്റ് ഓഫ് എ മാഗ്നറ്റ് ആണ്. മൊമെൻറ്റ് ഓഫ് എ മാഗ്നറ്റ്. എന്താണ് മൊമെൻറ്റ് ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾസ്. പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും പിന്നെയോ പോൾ സ്ട്രെങ്ത്തും ആയിട്ടുള്ള പ്രോഡക്റ്റ് P × 2L ആണ് M. മാഗ്നറ്റിൻ്റെ പോൾസ് എന്ന് പറയുന്നത് നോർത്ത് പോളും സൗത്ത് പോളാണല്ലോ. മാഗ്നറ്റിൻ്റെ 2L ആണ് മാഗ്നറ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആയിരിക്കുമല്ലോ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L. പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L. ദാറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽസ് 2LP എന്ന് പറയാം. വെക്റ്റർ ഫോമിൽ 2L ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ, ഇൻറ്റു P എന്ന് പറയാം. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ലെങ്ത്ത് വെക്റ്റർ ആയതുകൊണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റും വെക്റ്ററാണ്. ഈ മാഗ്നറ്റിക് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോളാണ്. ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ടു നോർത്ത് പോളാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇത് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോർത്ത് പോൾ ടു സൗത്ത് പോൾ അല്ല, സൗത്ത് പോൾ ടു നോർത്ത് പോളാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇനി യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് പോൾ സ്ട്രെങ്ത്, മൊമെൻറ്റ് ആൻഡ് പെർമിയബിലിറ്റി. പോൾ സ്ട്രെങ്ത്, മൊമെൻറ്റ്, പെർമിയബിലിറ്റി. പോൾ സ്ട്രെങ്ത് പിയുടെ യൂണിറ്റ്. പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്ററാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ എന്ന് പറയുന്നത് M0 L T0 I ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M0 L² T⁻0 I എന്ന് പറയാം. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് AM² ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഫോർമുല M0 L² T⁻0 I എന്നാണ്. പെർമിയബിലിറ്റി മ്യൂ ആണ്. അതെ, പെർമിയബിലിറ്റി മ്യൂ ആണ്. മ്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മ്യൂ 0 എന്തായാവട്ടെ T⁻⁻1 മീറ്ററാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML T⁻⁻2 I⁻⁻2 ആണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഡയമെൻഷൻ ഡിറൈവ് ചെയ്തെടുത്തതെന്നുള്ളത് ഞാൻ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി സ്പീഡിന് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ സ്പീഡങ്ങ് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിറ്റും ഡയമെൻഷനും നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡാണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ സ്പേസ് വെയർ ദി മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും അറൗണ്ട് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിന് ചുറ്റുമുള്ള സ്പേസ് ആണ്. മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഫെൽറ്റ് ചെയ്യുന്ന ആ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ സ്പേസിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള സ്പേസ് ആവാം. അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടല്ലോ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ക്യാരി ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതും ആവാം. ഇറ്റ് ക്യാൻ ബി എ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് ഓർ അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എ ചാർജ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അത് നമുക്കറിയാം. ഒരു ചാർജ് വെച്ചിരുന്നാൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ് വെറുതെ വെച്ചിരുന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ചാർജ് മൂവ് ചെയ്താലോ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. ചാർജ് മൂവ് ചെയ്യുമ്പോഴാണല്ലോ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി തന്നെ വരുന്നത്.
മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. സ്ട്രെങ്ത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറയാറുണ്ട്. ബി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് പോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറയാം. അപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് വെച്ചു, ഇവിടെ ഒരു പോയിന്റ് വെച്ചു. ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് മാഗ്നറ്റിക് നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ ആ പോയിന്റിൽ ഒരു നോർത്ത് പോൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്തെന്ന് പറയാം? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ പോൾ സ്ട്രെങ്ത് ആണെന്ന് പറയാം. പോൾ സ്ട്രെങ്ത് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽസ് F/P ആണെന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? F ഈക്വൽസ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ പോൾ സ്ട്രെങ്ത് കൊണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ പോൾ സ്ട്രെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. എന്ത് ഫോഴ്സ്? എവിടത്തെ ഫോഴ്സ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോയിന്റിൽ നമ്മളൊരു നോർത്ത് പോൾ കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നു. ആ എക്സ്പീരിയൻസ് ആവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ പോളിൻ്റെ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ യൂണിറ്റ്, ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? N/AM. അല്ലെങ്കിൽ ഇതിന് ടെസ്ല എന്ന് പറയാം. ഇതിനാണ് ടെസ്ല, അതായത് ടി എന്ന് പറയും, ടെസ്ല എന്ന് പറയും. അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. വെബർ പെർ മീറ്റർ റൈസ് ടു മൈനസ് 2 മീറ്റർ സ്ക്വയർ എന്ന് പറയാം. CGS സിസ്റ്റത്തിലാണെങ്കിൽ ഗോസ് ആണ്. ജി എന്ന് പറയാം, ക്യാപിറ്റൽ G. 1 ഗോസ് ഈക്വൽസ് 10 റൈസ് ടു മൈനസ് 4 ടെസ്ലയാണ്. മനസ്സിലായില്ലേ? അതായത് 10 റൈസ് ടു 4 ഗോസ് ആണ് ഒരു ടെസ്ല എന്ന് പറയുന്നത്. ഗോസ് ചെറിയ യൂണിറ്റ് ആണല്ലേ. 10 റൈസ് ടു 4 ഗോസ് ചേരുമ്പോഴാണ് ഒരു ടെസ്ല ആവുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് F ഈക്വൽസ് PB എന്ന് പറയാം. പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് F എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോളാണ്. ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ. ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്ര ക്ലിയർ ആയിട്ടൊന്നും എഴുതാത്തത്. പറയുന്നുണ്ടല്ലോ, എന്താണ് എഴുതുന്നതെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഒരു മാഗ്നറ്റ് നോർത്ത് പോള് സൗത്ത് പോള് ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുകയാണ്, ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് തീറ്റ ആണെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഒരു ബാരൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ഈ 2 പോൾസിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ എന്താണ്? ഇങ്ങോട്ട് നോർത്ത് പോളിൽ അങ്ങോട്ടേക്കൊരു ഫോഴ്സ് PB ഉണ്ടാവും, ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് PBയും ഉണ്ടാവും. അപ്പോൾ ഒരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവുന്ന ടേണിങ് എഫക്റ്റിനാണ് ടോർക്ക് അല്ലെങ്കിൽ ടോ എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഈക്വൽസ് മൊമെൻറ്റ് ഓഫ് ദി കപ്പിൾ. മൊമെൻറ്റ് ഓഫ് ദി
കപ്പിൾ. മൊമെൻറ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് കപ്പിൾ ഓഫ് ഫോഴ്സസ് ആണ്. ഒരു ഫോഴ്സ് അങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടൗ ഈക്വൽസ് പി ബി ഇൻറ്റു എസ് എ ആണ്. എസ് എ കണ്ടോ, എസ് എ പി ബി ഇൻറ്റു എസ് എ ആണ്, ഇവിടെ ബി ആണ്. എസ് എ ആണെന്ന് പറയും. പി ബി ഇൻറ്റു എസ് എ, ഇവിടെ ബി. അതാണല്ലോ ടോർക്ക്. പി ബി ഫോഴ്സ് ഇൻറ്റു എസ് എ ഇത്. ഇപ്പോൾ തീറ്റ എന്ന് 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അങ്ങനെ നമുക്ക് എന്ന് പറയാം. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് എന്ന് പറയാം സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, എസ് എ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റല്ലേ 2L എന്ന് പറയുന്ന ലെങ്ത്തുള്ള മാഗ്നറ്റാണ്. ദെൻ എസ് എ ഈക്വൽസ് വാട്ട്, സൈൻ തീറ്റ ഇൻറ്റു 2L. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ടോ ഈക്വൽസ് പി ബി ഇൻറ്റു എസ് എക്ക് പകരം 2L സൈൻ തീറ്റ എന്ന് പറയും. 2L സൈൻ തീറ്റ, പി ബി ഇൻറ്റു 2L സൈൻ തീറ്റ എന്ന് പറയാം. ഇനി 2LP 2L ഇൻറ്റു പി, 2L ഇൻറ്റു പി പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മൊമെൻറ്റ്. പിന്നെ ഒരു ബി ഉണ്ട്, ഒരു സൈൻ തീറ്റ ഉണ്ട്. MB സൈൻ തീറ്റ ആണ് ടോർക്ക് എന്ന് പറയുന്നത്. വെക്റ്റർ ഫോമിലെ ടോർക്ക് എന്ന് പറയുന്നത് എം ഇൻറ്റു ബി എന്ന് പറയാം. ഇനി ഈ ടോർക്ക് മാക്സിമം എപ്പോഴാണെന്ന് അറിയാമോ, ഈ തീറ്റ 90 ഡിഗ്രിയിൽ നിൽക്കുന്നു. ഇങ്ങനെ തീറ്റ 90 ഡിഗ്രിയിൽ നിൽക്കുന്നു. തീറ്റ 90 ഡിഗ്രിയിൽ വരുന്നു. തീറ്റ 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നു അല്ലേ. പെർപെൻഡിക്കുലർ ആണ്. വെൻ ദി മാഗ്നറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുകയാണെന്നിരിക്കട്ടെ ഈ മാഗ്നറ്റ്. അപ്പോൾ തീറ്റ 90 ആണ്. തീറ്റ 90 ആകുമ്പോൾ സൈൻ 90 ഈക്വൽസ് 1. അപ്പോൾ എന്തായിരിക്കും ടോർക്ക് മാക്സിമം ആയിരിക്കും. ടോർക്ക് മാക്സിമം എന്ന് പറയുന്നത് MB സൈൻ 90 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ MB. ഈ ടോർക്ക് മിനിമം വരുന്ന എപ്പോഴെന്ന് അറിയാമോ, ഇത് പാരലായിട്ടിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടിരിക്കുമ്പോൾ തീറ്റ 0 ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 ഈക്വൽ 0. ദെൻ ടോർക്ക് മിനിമം ആയിരിക്കും. സൈൻ 0 ഈക്വൽ 0. MB ഇൻറ്റു 0 ടോർക്ക് 0 ആയിരിക്കും. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് MB ആണ്. അങ്ങനെയാണ് എം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, ടോർക്ക് ബൈ ബി ആണെന്ന് പറയാം. എം എന്ന് പറയുന്നത് ടോർക്ക് ബൈ ബി ആണെന്ന് പറയാം. ഇപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റിന് വേറൊരു ഡെഫിനേഷൻ കൊടുക്കാം. ദി മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഓഫ് എ മാഗ്നറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദി ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുമ്പോൾ അതിൽ വരുന്ന ടോർക്കാണ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ബി അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ബി അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. Magnetic field at a point due to an isolated pole. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോൾ കൊണ്ട് ഒരു പോൾ ഇവിടെ ഇരിക്കുകയാണ്. ആ പോൾ കൊണ്ട് R ഡിസ്റ്റൻസിലുള്ള O എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O എന്ന് പറയുന്നത് μ0/4π × P/r². അതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് due to a bar magnet. ഒരു ബാർ മാഗ്നറ്റ് കൊണ്ട്
ഒരു പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ഈസ് ഓൺ ദി ആക്ച്വൽ ലൈൻ. പോയിന്റ് ഈസ് ഓൺ ദി ആക്ച്വൽ ലൈൻ. ഒരു മാഗ്നറ്റിക് ബാറിൻ്റെ ആക്ച്വൽ ലൈനിലെ പോയിന്റ്, ഒരു മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത്, നോർത്ത്, സെൻട്രൽ 2L ലെങ്ത് ഉള്ള ഒരു മാഗ്നറ്റാണ്. സെൻട്രലിൽ നിന്ന് ആ ഡിസ്റ്റൻസിലുള്ളൊരു പോയിൻ്റാണ് O എന്ന് പറയുന്നത്. ഈ ഓയിൽ മാഗ്നറ്റിക് ഫീൽഡ് B, മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോവാണ്. ഇപ്പോൾ B ഈക്വൽസ് ഈ ബാർ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0/4π ഇൻറ്റു, ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തോളണം ഫോർമുല 2mr, 2 ഇൻറ്റു മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ല, ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ r² - L² ദി ഹോൾ സ്ക്വയർ. ഇതാണ് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുണ്ടാകുന്ന, അതിൻ്റെ ആക്ച്വൽ അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി. ഈ ബാർ മാഗ്നറ്റ് തീരെ ഷോർട്ട് ആണെങ്കിൽ നമ്മളെന്താണ്, ഇവിടുത്തെ L നെഗ്ലിജിബിളാണ്. L ഷോർട്ട് മാഗ്നറ്റ് ആകുമ്പോൾ, ഷോർട്ട് മാഗ്നറ്റ് ആകുമ്പോൾ ഈ L നെഗ്ലിജിബിളാണ്. അപ്പോൾ എന്താ, r² ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് r⁴ എന്ന് വരും. ഇവിടെ 6 ഉണ്ട്, 6ഉം r⁴ കട്ട് ചെയ്യുമ്പോൾ r³ എന്ന് വരും. അപ്പോൾ അതെങ്ങനെ വരും, B ഈക്വൽസ് μ0/4π ഇൻറ്റു 2m/r³ ആണ്. ഷോർട്ട് മാഗ്നറ്റ് ആണെങ്കിൽ. ഇനി അടുത്തതായിട്ട് ദി പോയിന്റ് ലൈസ് ഓൺ, ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ബാർ മാഗ്നറ്റ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണെന്നിരിക്കട്ടെ, നോർത്ത്, സൗത്ത്. ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ് P എന്ന് പറയുന്ന ഒരു പോയിന്റ്, R ഡിസ്റ്റൻസിൽ. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ 2L ആണ് ഈ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് μ0/4π ഇൻറ്റു, ആ കോൺസ്റ്റൻ്റ് അവിടെയുണ്ട്, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡ് ബൈ r² + L² ദി ഹോൾ റൈസ് ടു 3/2. ഇത് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇത് എഴുതിയാൽ മാത്രം മതി. ഷോർട്ട് മാഗ്നറ്റ് ആണെങ്കിൽ B ഈക്വൽസ് μ0/4π ഇൻറ്റു m/r². L² L എന്ന് പറയുന്ന ടേം അങ്ങോട്ട് ഇല്ലാതാവും, പിന്നെ r³ എന്ന് മാത്രം വരും. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ r³ എന്ന് വരും. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. B ഈക്വൽസ് μ0/4π ഇൻറ്റു m/r³ എന്ന് വരും. നെക്സ്റ്റ് ഈസ് കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു കറണ്ട് ലൂപ്പ് എടുക്കുക. ഇങ്ങനെ കറണ്ട് ലൂപ്പ് ഇങ്ങനെ, ഇപ്പോൾ നോർത്ത് പോള് ഇതാണ്, സൗത്ത് പോൾ ഇവിടെയാണ്. കറണ്ട് ലൂപ്പ് എടുക്കുക. അപ്പോൾ കറണ്ട് ലൂപ്പ് ആകുമ്പോൾ എന്തുണ്ട്, കറണ്ട് ലൂപ്പിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു കറണ്ട് പാസ് ചെയ്യുമ്പോൾ, അല്ലേ? ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഇതിന് ഉണ്ട്. I is the current, intensity of current passed through the loop, and A is the area of the plane of the current loop. കറണ്ട് ലൂപ്പിൻ്റെ ഏരിയ ആണ് A. I എന്ന് പറയുന്ന കറണ്ടാണ് ഈ ലൂപ്പിൽ കൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈക്വൽസ് IA. M ഈക്വൽസ് IA. ഇനി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ സ്ട്രെയിറ്റ് സോളിനോയിഡ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സോളിനോയിഡ് എടുക്കുക. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനെ ടേൺസ് ഇങ്ങനെ ചുറ്റി എടുക്കുന്നതാണ് സോളിനോയിഡ്. സൗത്ത്, നോർത്ത്. നോർത്തിൽ നിന്ന് വരുന്ന സൗത്തിലോട്ട് പോകുന്നു. ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് IA ഇൻറ്റു N ആണ്. നമ്പർ ഓഫ് ടേൺസ് ആണ് N. മറ്റേ ഫോർമുലയിൽ നിന്നൊരു N അഡീഷണൽ ഒന്നേ ഉള്ളൂ. മറ്റേ മാഗ്നറ്റിക് മൊമെൻറ്റ് IA ആയിരുന്നു, ഇവിടെ N ടേൺ ഒരു ടേൺ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ്
ഇവിടെ n ടേൺസ് ഉള്ള കാരണം NIA എന്ന് വന്നു. ഇനി the bar magnet as an equivalent സോളിനോയിഡ്. ബാർ മാഗ്നറ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് ആയിട്ട് എടുത്താൽ, ഈ സോളിനോയിഡിന് പകരം നമ്മൾ ഒരു ബാർ മാഗ്നറ്റാണ് എടുക്കുന്നതെങ്കിൽ O എന്ന് പറയുന്ന പോയിന്റിൽ R ഡിസ്റ്റൻറ്റിലാണ്. അപ്പോൾ എന്താണ്? B ഈക്വൽസ് μ0/4π × 2m/r³. അത് ഓൾറെഡി നമ്മൾ കണ്ടാണല്ലേ. ഇനി അത് സോളിനോയിഡ് ആണെങ്കിലോ അപ്പോഴും ഫോർമുല എഴുതാൻ B ഈക്വൽസ് μ0/4π × 2m/r³. ബാർ മാഗ്നറ്റിൻ്റെ ഇവിടെ ആക്ച്വൽ ലൈനിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി തന്നെയാണ്, ഒരു സോളിനോയിഡ് ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ്. അവിടെ ആക്ച്വൽ ലൈനിലുള്ള O എന്ന് പറയുന്ന പോയിന്റ് ഇൻറ്റൻസിറ്റി ആണെന്നുള്ള ഫോർമുലയും അത് തന്നെ. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് പോളുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോവുകയാണ്. എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസിലാകുമ്പോൾ എന്താണ്? ഇപ്പോൾ ക്ലോക്ക് വൈസിലാണല്ലേ, I ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ലേ, അപ്പോൾ സൗത്താണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നോർത്ത് പോളും ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ്. ഇതൊരു മാഗ്നറ്റ്, നോർത്ത് പോൾ സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സൗത്ത് പോളിൽ വരുന്നു. പക്ഷേ ഇൻസൈഡ് ദി മാഗ്നറ്റ് എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്താണ് അല്ലേ. ഇങ്ങനെ കൂട്ടിമുട്ടില്ല കേട്ടോ. വരച്ചപ്പോൾ അങ്ങനെ ഇതിങ്ങനെ പരസ്പരം ടച്ച് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ടച്ച് ചെയ്യാതെ വരയ്ക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് എ ലൈൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ അലോങ് വിച്ച് ദി മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മുറിഞ്ഞൊന്നും പോകാത്തൊരു കർവാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കർവാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് ദി ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ്, അതിനകത്ത് ടാൻജൻറ്റ് എവിടെ ടാൻജൻറ്റ് വരച്ചാലും അത് അതിൻ്റെ ഡയറക്ഷനെ കാണിക്കും, അവിടെയുള്ള അതിൻ്റെ ഡയറക്ഷനെ കാണിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈൻസ് ഓഫ്, നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ നമ്മൾ പഠിച്ചാണല്ലോ, അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സും. ലൈൻസ് ഓഫ് ഫോഴ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ എവറി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിലെ ഏതൊരു പോയിന്റിലും, എല്ലാ പോയിന്റിലും നമുക്ക് എന്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് വരയ്ക്കാം. ദി ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്തില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ ഇഫ് ദേ ഇന്റർസെക്ട്, it would mean that at that point of intersection, intensity of the magnetic field can be in two directions. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി 2 ഡയറക്ഷനിലാണെന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് പോസിബിൾ അല്ല, അപ്പോൾ ഇന്റർസെക്ട് ചെയ്യില്ല. ദി ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ദി ഫോഴ്സ് അറ്റ് എനി പോയിന്റ്, ഏതൊരു പോയിന്റിലും വരുന്ന ടാൻജൻറ്റ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നു. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്പാണ്. ക്ലോസ് ആയിട്ട് അടുത്തടുത്തുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൂപ്പാണ്. ഔട്ട്സൈഡ് ദി മാഗ്നറ്റിക് ദി ഡയറക്ഷൻസ് ഓഫ് ദി ലൈൻ ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം നോർത്ത് പോൾ. മാഗ്നറ്റിൻ്റെ ഔട്ട്സൈഡിൽ നോർത്ത് ടു സൗത്ത് ആണ്, മാഗ്നറ്റിൻ്റെ ഇൻസൈഡിൽ സൗത്ത് ടു നോർത്ത് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്.